അല്ല ജീവിക്കേണ്ടത്. നമ്മൾ ഈ പ്രത്യാശയുടെ, വലിയ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ജനമാണ് നമ്മൾ അതുപോലെ സന്തോഷിക്കണം. സാധാരണ രീതിയിൽ സന്തോഷിക്കുക മാത്രമല്ല, എന്ത് വലിയ പീഡനങ്ങൾ ഉണ്ടായാലും അതിൽ സന്തോഷിക്കണം. അപ്പസ്തോലന്മാരെ അവരകത്ത് വിളിച്ചു കൂട്ടിയിട്ട് പ്രഹരിച്ചിട്ട് വിട്ടയച്ചു. അവരാകട്ടെ ക്രിസ്തുവിനെ പ്രതി 2 പ്രഹരം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടി പുറത്തു പോയി. അപ്പോ വീശുമരം അവന്റെ കയ്യിലുണ്ട്. പതിര് കെടാത്ത തീയിൽ നശിപ്പിക്കും. വിത്തുകൾ നല്ല വിത്താണ് നിങ്ങൾ എന്ന് ബോധ്യമുള്ളവരെന്ന് കൈവക്കിയേ. കണ്ടോ, ഈ നല്ല വിത്ത് കൈവക്കി പിടിക്കും. ഈ നല്ല വിത്ത് ഇനി പതിരാകാൻ പറ്റുമോ? നല്ല വിത്തിന് എങ്ങനെ പതിരാകാൻ പറ്റും? നമ്മുടെ പാടത്തെ കണക്കാണത്. വീശുമരം, വിത്ത്, പതിര്. അപ്പോൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈശോയുടെ ജീവിതത്തോടൊപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മളെല്ലാവരും ആ കുർബാനയിൽ അതിൻ്റെ ഓരോ പ്രാർത്ഥനകളും പൂർണ്ണമായി അർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. ഒരു 2 മിനിറ്റ് കൂടി തുടങ്ങി. നമുക്കതിനു മുമ്പ് ഈ പ്രാർത്ഥന ഇപ്പൊ നമ്മളൊന്ന് പരസ്പരം കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതൊരു അഭിഷേക പ്രാർത്ഥനയാകാൻ മധ്യസ്ഥ പ്രാർത്ഥന ഒരു വരം തന്നെയാണ്. നമ്മളുടെ എല്ലാ വരങ്ങളും മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഓരോ കാലഘട്ടത്തിലും അതിനെ കൂടുതൽ അഭിഷേകമാക്കാം. മാമോദീസായിൽ വിവാഹത്തിനുള്ള വരമുണ്ട്, ഉണ്ടോ? മാമോദീസ സ്വീകരിച്ചവർക്കല്ലേ വിവാഹം എന്ന കൂദാശ കിട്ടുള്ളൂ. പക്ഷെ എന്ന് വിചാരിച്ച് 5 വയസ്സിൽ അത് അഭിഷേകമാകണോ? അതെപ്പോഴാണ് അഭിഷേകമാകുന്നത്? നമ്മൾ വിവാഹപ്രായമാകുമ്പോൾ. എന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രായമായിരിക്കുന്നു. എന്തിന്? ഈ മധ്യസ്ഥ പ്രാർത്ഥന വരം അഭിഷേകമാകാൻ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. 2 പേരും മുഖാമുഖം തിരിഞ്ഞു നിന്ന് 2 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കും കേട്ടോ. അതുകൊണ്ട് 2 പേരും ഒപ്പം പ്രാർത്ഥിക്കണ്ട. ഒരാൾ വേണമെങ്കിൽ മുട്ടുകുത്തി നിൽക്കാം. ഒരാൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അയാളുടെ തലയിൽ കൈവച്ചു